നമ്മൾ ഭരിക്കുന്ന ആളുകളുടെയും നമ്മുടെ MLA-മാരുടെയും ക്ലൈമറ്റ് അവയർനെസ് ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പ്രത്യേകിച്ച് അത് 5 വർഷം ഭരണം കിട്ടുന്ന ഒരു കക്ഷി റോഡ് വികസിപ്പിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ വികസനം കൊണ്ടുവരുന്നു, നഗരാസൂത്രണം കൊണ്ടുവരികയാണ്. പക്ഷെ അപ്പം നമ്മൾ അവിടെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ഇവാലുവേഷൻ അവിടെ നടക്കുന്നില്ല. അതായത് ഉദാഹരണത്തിന് ഒരു നഗരത്തിലെ വികസിപ്പിക്കുന്ന സമയത്ത് ഒരു 20 സെന്റിമീറ്റർ മഴ ഒരു ദിവസം പെയ്താൽ, അതാണ് നമ്മുടെ എക്സ്ട്രീം റെയിൻഫാൾ, അങ്ങനെ ഒരു ദിവസം പെയ്തു കഴിഞ്ഞാൽ ആ മഴവെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ആ നഗരത്തിലെ ഡ്രെയിനേജ് സിസ്റ്റത്തിന് വേണം. അങ്ങനെ ഒരു നഗരാസൂത്രണത്തിലൂടെ നഗരം ഉണ്ടാക്കാത്തത് കൊണ്ടാണ് നമ്മുടെ നഗരങ്ങളിലൊക്കെ ഒരു ദിവസം മഴ പെയ്യുമ്പോഴേക്ക് വെള്ളം കിട്ടുന്നത്. കാരണം മുമ്പ് പെയ്തതിനേക്കാൾ കൂടുതൽ ഇരട്ടിയിലധികം മഴയാണ് ഇപ്പം പെയ്യുന്നത്. അതുപോലെ ഇത്തരം കാര്യങ്ങളിലൊക്കെ സാറ് പറഞ്ഞതുപോലെ ഞങ്ങൾ തുടക്കം മുതലേ സർക്കാർ തലത്തിലും മറ്റുമൊക്കെ ചർച്ച വരുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, വാർഡ് തലത്തിൽ, അതായത് ഓരോ വാർഡുകളിലും ഓരോ കൗൺസിലുകളിലും നിന്ന് വേണം കാലാവസ്ഥ നിരീക്ഷണവും അതുപോലെ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ള കാര്യങ്ങളും ജനങ്ങളെ പഠിപ്പിക്കാൻ. അതിന് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരു പഞ്ചായത്തിൽ ഒരു 5-8 സ്ഥലങ്ങളിൽ ഒരു മഴ മാപിനികൾ വെക്കാം. അതിന് വളരെ കുറഞ്ഞ മാനുവൽ ആണെങ്കിൽ വളരെ കുറച്ച് പൈസയെ വരുള്ളൂ, 100-400 രൂപ വെച്ചാൽ ഒരു മഴമാപിനിയായി. പക്ഷെ അത് മോണിറ്റർ ചെയ്യാനും അതിനൊരു വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാനും, അങ്ങനെ ഇത്ര ഒരു പരിധിയിലധികം മഴ തുടർച്ചയായിട്ട് കിട്ടുകയാണെങ്കിൽ അവിടുത്തെ അതായത് പരിസ്ഥിതി ലോല പ്രദേശം ഏതാണോ അവിടെയുള്ള ആളുകൾക്ക് തൽക്കാലം ആരുടെയും മുന്നറിയിപ്പ് വേണ്ട, സർക്കാരിന്റെയോ ഏജൻസികളുടെയോ ഒന്നും മുന്നറിയിപ്പില്ലാതെ അവിടുത്തെ ആളുകൾക്ക് തന്നെ സ്വയം ഒരു ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറുക, മഴ കുറഞ്ഞതിനു ശേഷം തിരിച്ചു വരിക, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കേണ്ടി വരും. അങ്ങനെ നടപ്പാക്കുന്ന സമയത്ത് മാത്രമാണ് ഇത് കൂടുതൽ ജനകീയമാകുള്ളൂ. ഇതിന് ആദ്യം വേണ്ടത് ജനങ്ങളെ ഈ സംഭവങ്ങൾ അവയർനെസ് ആക്കുക എന്നുള്ളത്. അത് നമ്മളെ പോലുള്ള ആളുകൾ അവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായ അവയർനെസ് പ്രോഗ്രാമുകൾ തുടങ്ങി വളരെ നല്ല രീതിയിൽ അത് ലക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ജനങ്ങൾ കാലാവസ്ഥയെക്കുറിച്ചും വരാനിരിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും അവെയർ ആവുന്നതോടുകൂടെ ജനങ്ങളിൽ നിന്ന് പൊളിറ്റീഷ്യൻസിന് പ്രഷർ ഉണ്ടാവും. ഇങ്ങനെ പ്രഷർ ഉണ്ടായി കഴിഞ്ഞാൽ പൊളിറ്റീഷ്യൻസ് ഇത്തരം കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കാത്തവർക്ക് നിലനിൽപ്പില്ല എന്നുള്ളൊരു അവസ്ഥ വരുന്നു കഴിഞ്ഞാൽ മാത്രമേ പൊളിറ്റീഷ്യൻസ് ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഏറ്റവും വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണെന്നൊക്കെ പറയുന്ന കേരളത്തില് നമുക്കിപ്പോഴും ഒരു പരിസ്ഥിതി വകുപ്പ് പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചോ പരിസ്ഥിതിയെക്കുറിച്ചോ പൂർണ്ണ വകുപ്പിൽ ഒരു വകുപ്പ് നമുക്കില്ല. അതേസമയം നമുക്ക് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ സർക്കാരാണല്ലോ ഇപ്പോൾ ഭരിക്കുന്നത്. അവിടുത്തെ അവസ്ഥ എന്താണ്, വിദ്യാഭ്യാസ നിലവാരം എന്താണ്, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എന്താണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അവിടെ പോലും ഒരു പരിസ്ഥിതി അതേപോലെ കാലാവസ്ഥാ വ്യതിയാനത്തിന് ഒരു മിനിസ്റ്റർ ഉണ്ട്. അവര് അവിടുത്തെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നു. എന്തുകൊണ്ട് അവർ ആ രീതിയിലേക്ക് എത്തി എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം നമ്മുടെ ഒഡീഷയില് ആളുകൾ ഒരു ചുഴലിക്കാറ്റ് സ്ഥിരമായിട്ട് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വന്നു കയറുന്ന ഒരു സ്ഥലമാണ്. ഈ ഒഡീഷയിലെ ആളുകൾക്ക് ഒരു കാലാവസ്ഥാ മുന്നറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ചുഴലിക്കാറ്റ് 2 ദിവസം കഴിഞ്ഞ് വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ സ്വമേധയാ ഒഴിഞ്ഞു പോവുകയാണ്. എന്നിട്ട് അവര് പിന്നെ എന്ത് ചെയ്യുക, കാലികളെ ഒക്കെ കെട്ടഴിച്ച് വിട്ട് പോയി തിരിച്ച് അത് കഴിഞ്ഞ് വരികയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഒഡീഷയിൽ മുമ്പ് 10,000-കണക്കിന് ആളുകൾ ചുഴലിക്കാറ്റിൽ മരിച്ചുകൊണ്ടിരുന്ന ഒഡീഷയിൽ ഇപ്പോൾ 4-3 അതിൽ കുറവോ ആളുകളാണ് ഒരു ചുഴലിക്കാറ്റ് വരുമ്പോൾ മരിക്കുന്നത്. അത് ഈ ജനങ്ങളുടെ പിന്നെ ഒരു അവയർനെസ് ആണ്. അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ നിന്ന് അവർ അത് പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. അതുപോലെ നമ്മുടെ മലയാളികളും താമസിയാതെ ഇത്തരം കാര്യങ്ങളിൽ പഠിക്കുന്നുള്ളതാണ്. കാരണം മുമ്പ് 2018 പ്രളയം വന്നപ്പോ ആളുകളോട് ഒഴിഞ്ഞു പോകാൻ വേണ്ടി നിർദ്ദേശിച്ചപ്പോൾ അവര് പറഞ്ഞത്, ഞങ്ങളെ മുത്തച്ഛന്റെ കാലത്ത് പോലും വെള്ളം നമ്മുടെ വീട്ടിലേക്ക് കയറിയിട്ടില്ല, ഈ പടി വരെ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞ ആളുകളാണ്. പക്ഷെ പിന്നെ വെള്ളം കയറിയതിനു ശേഷം അവരെ എയർലിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അത് അത്തരത്തിലുള്ള ബോധ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ജനങ്ങൾക്ക് അതൊരു അവയർനെസ് കിട്ടുന്നവരും മാറുന്ന ഒരു വിഷയമാണ്. പിന്നെ ഇതൊരു നമ്മുടെ സാമാജികർക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടി നമ്മുടെ നിയമസഭയിൽ റോക്സി മാത്യു എന്ന് പറയുന്ന ഒരു മലയാളി സയന്റിസ്റ്റ് ഉണ്ട്, കോട്ടയത്തുകാരനാണ്. അയാള് അന്താരാഷ്ട്ര തലത്തിലൊക്കെ വളരെ ക്ലാസ്സുകളിലും കാര്യങ്ങളും പങ്കെടുക്കുന്നതാണ്. അദ്ദേഹം ഒരു തവണ ക്ലാസ് എടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് വളരെ നല്ല രീതിയിൽ നിയമസഭാ സാമാജികർക്ക് വേണ്ടി ക്ലാസ് എടുത്തിരുന്നു. അങ്ങനെ അവരെയും ഈ ബോധ്യപ്പെടുത്താതെ നമുക്കിവിടെ നിലനിൽക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് കേരളത്തില് ഈ ക്ലൈമറ്റ് അവയർനെസ് അതേപോലെ ഈ പരിസ്ഥിതി, ഈ 2 കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ വളരെ വലിയ വിപത്താണ് നമുക്ക് വരാൻ പോകുന്നത്. കാരണം കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതി എന്താണ് എന്നുള്ളത്
നമ്മുടെ ആളുകൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഭരണതലത്തിലുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റീഷ്യൻസിനോ അറിയില്ല. കാരണം കേരളം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഭാഗം, പടിഞ്ഞാറ് ഭാഗം പൂർണ്ണമായും അറബിക്കടലിന്റെ തീരമാണ്. അതേപോലെ കിഴക്കൻ മേഖല പശ്ചിമ ഘട്ടത്തിലുമാണ്. ഇതിന്റെ ഇടയിൽ ഒരു വളരെ 50 കിലോമീറ്റർ മുതൽ ഏകദേശം ഒരു 80-100ന്റെ ചോടെയുള്ള കിലോമീറ്റർ മാക്സിമം വീതിയുള്ളൂ. ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലത്ത്, ഇത്രയും വീതിയുള്ള സ്ഥലത്ത് 3 തരത്തിലുള്ള കാലാവസ്ഥ അവിടെ വരുന്നുണ്ട്. ഒന്ന് തീരദേശമുണ്ട്, ഇടനാടുണ്ട്, മലയോരമുണ്ട്. അപ്പൊ ഈ ക്ലൈമറ്റ് ചേഞ്ചിൽ ഒരു ചെറിയ മാറ്റം, ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഒരു ചെറിയ മാറ്റം വന്നാൽ പോലും അത് വലിയ ഹെവി ആയിട്ട് നമുക്ക് ഇമ്പാക്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറും കേരളം. കാരണം കേരളത്തിന്റെ ഈ ഒരു കിടപ്പ്, അതായത് ഒരു 50 കിലോമീറ്റർ വീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ മൊത്തത്തിൽ എടുക്കുന്ന സമയത്ത് അതൊരു വീതിയേ അല്ല, അതൊരു ചെറിയൊരു നമ്മുടെ വിരലിന് അത്ര പോലും സൈസുള്ള ഒരു ചെറിയ സംഭവമാണ്. ഇതിൽ തന്നെ 3 തരത്തിലുള്ള ഭൂപ്രദേശങ്ങളാണുള്ളത്. അപ്പോ ഇപ്പൊ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് ഈ കവളപ്പാറ പോലുള്ള അല്ലെങ്കിൽ ഈ വയനാട്ടിലൊക്കെ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് ഉടനെ എന്ത് ചെയ്യാണ്, അത് ഇടനാട് പ്രദേശങ്ങളിൽ വന്നിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു. അതായത് നമ്മുടെ കൊണ്ടോട്ടി ടൗണിൽ പോലും വെള്ളം കയറുന്നു എന്നുള്ളതാണ്. അതേപോലെ തീരദേശമാണെങ്കിൽ കടലെടുക്കുന്നു. കേരളത്തിന്റെ ഉൾപ്പെടെയുള്ള തീരദേശങ്ങള് 2050 ആകുമ്പോഴേക്കും കടലെടുക്കുമെന്നും അത് നമ്മുടെ നഗരങ്ങൾക്ക് ഭീഷണിയാണെന്നുള്ള റിപ്പോർട്ട് അന്താരാഷ്ട്ര തലത്തില്, അതായത് അമേരിക്കയുടെ NOAA പോലുള്ള ഏജൻസികളൊക്കെ നൽകി കഴിഞ്ഞു. ലോക കാലാവസ്ഥാ സംഘടന UNനും നൽകി കഴിഞ്ഞു. പക്ഷെ നമ്മുടെ ഇവിടെ ഇപ്പോഴും ഒരു ശോഷണം സംരക്ഷിക്കാനുള്ള പദ്ധതികൾ പോലും ആയില്ല എന്ന് വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ലോകത്ത് മറ്റു രാജ്യങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലും കൂടി നമ്മൾ പരിശോധന. ഇന്തോനേഷ്യയിൽ പിന്നെ അവിടുത്തെ ജക്കാർത്തയിൽ ഉണ്ടായിരുന്ന അവരുടെ ഭരണ സ്ഥിര കേന്ദ്രങ്ങൾ മുഴുവൻ അവര് തീരദേശത്ത് നിന്ന് മാറ്റിക്കഴിഞ്ഞു. അവരത് ഒരു ഉൾപ്രദേശത്ത്, ഒരു കാട് പോലുള്ള പ്രദേശത്തേക്ക് അവരുടെ ഭരണ തലസ്ഥാനം മാറ്റി അവിടുത്തെ സംവിധാനങ്ങളൊക്കെ മാറ്റാനുള്ള പ്ലാനിങ് ആണ്. കാരണം അവരത് ചെയ്തത് കാരണം ഈ ജക്കാർത്ത കുറച്ച് വർഷം കഴിഞ്ഞാൽ വെള്ളത്തിനടിയിലാവുന്നുള്ള റിപ്പോർട്ടാണ്. പക്ഷെ നമ്മളിപ്പോഴും ചെയ്യേണ്ടത് ഈ തീരത്ത് നിന്ന് നമ്മുടെ നഗരത്തിലുള്ള നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സുകളൊക്കെ നമ്മൾ ഉൾപ്രദേശത്തേക്ക് ഇപ്പോഴേ മാറ്റണം. അവിടെ കുറെ പണം മുടക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാലാവസ്ഥയുമായിട്ട് നമ്മുടെ സംസ്ഥാനത്തിന് എങ്ങനെ ബാധിക്കും, എന്തൊക്കെയാണെന്ന് അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ, പരിസ്ഥിതി നയം നമുക്കില്ല. അതൊരു വളരെ വലിയൊരു പ്രധാനപ്പെട്ട ഒരു ന്യൂനതയാണ് സർക്കാരിന്റെ. അതായത് മുമ്പ് നമുക്കറിയാം VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ആ തണ്ണീർത്തടം നികത്തൽ, അതിന്റെ പേരിൽ കുറെ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അദ്ദേഹത്തിന് എതിരെയും അല്ലാതെയും അനുകൂലിച്ചോ ഒക്കെ ഒരു വിഭാഗം രംഗത്തെത്തിയെങ്കിൽ പോലും ആ തണ്ണീർത്തട നികത്തൽ നിയമം പിന്നീട് പല സമയങ്ങളിലായി ലംഘിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഇവിടെ വികസനത്തിന് വേണ്ടി അത് ലംഘിക്കരുതെന്ന സമയത്ത് നമുക്ക് വെള്ളം ഒന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ വെള്ളം ഫ്ലഡായി മാറുന്ന ഒരു സ്ഥിതി വന്നു. അങ്ങനെ ഈ കേരളം ഒരു പരിസ്ഥിതി ലോല പ്രദേശമാണ്. അതിന് ഈ താങ്ങാവുന്നതിൽ അധികം എന്ത് ചെയ്ത് നമ്മൾ അതിന്റെ മുകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് എന്തായാലും പ്രകൃതി തിരിച്ചടിക്കുന്നുള്ള ഉറപ്പാണ്. അതായത് ഇപ്പം വയനാട്ടില് വളരെ പരിസ്ഥിതി ലോലമായ പ്രദേശങ്ങളിലാണ് ഇപ്പോഴും ഈ റിസോർട്ടുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഈ റിസോർട്ടിൽ ആളുകളെ ഒഴിപ്പിക്കേണ്ടായിരുന്നത്. അപ്പൊ ഉണ്ടാകുന്ന സമയത്ത് എന്തുകൊണ്ടാ വെച്ചാൽ അവിടുത്തെ മണ്ണ് എന്താണ്, ആ മണ്ണിന് വെള്ളത്തിനെ പിടിച്ചു നിർത്താനുള്ള ശേഷി എങ്ങനെയാണ്, അതിന് ആ മലക്ക് സ്ലോപ്പ് എത്രയാണ്, അവിടെ റെയിൻഫാൾ എത്രയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതിന്റെ കണക്കുകളൊന്നും നമ്മുടെ കയ്യിലില്ല. നമ്മൾ നഗരത്തില് 3 സ്ഥലത്ത്, അതായത് കോഴിക്കോട് ജില്ല നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ നേരത്തെ കാലാവസ്ഥാ വകുപ്പിന് മഴമാപിനികൾ ഉണ്ടായിരുന്നത് ഒന്ന് കോഴിക്കോട്, ഒന്ന് കൊയിലാണ്ടി, ഒന്ന് വടകര. ഇത് 3 തീരദേശത്താണ്. ഇവിടെ പെയ്യുന്ന മഴ കണക്ക് വെച്ചിട്ട് നമുക്ക് താമരശ്ശേരിയിൽ ഇത്രയാണ് മഴ പെയ്തെന്നുള്ള കണക്ക് കൂട്ടാൻ പറ്റില്ല. അത് അവിടെ അവധി കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇതുപോലെ ഈ മലമ്പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴാണ് അത് മാപിനികൾ വെക്കാൻ തുടങ്ങിയത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ പ്രദേശങ്ങളിലാണ് മനുഷ്യന് താമസിക്കാൻ പറ്റാത്തത്. അങ്ങനെ അത് വെച്ചിട്ടായിരിക്കണം നമ്മൾ ഇനി ആളുകൾക്ക് താമസിക്കാനുള്ള അനുമതി കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇത് ഒഴുകിപ്പോകും എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതായത് ഈ ജപ്പാനില് സ്ഥിരമായി ഭൂചലനം ഉണ്ടാവുന്ന ഒരു പ്രദേശമായിരുന്നു. ഇപ്പം ഭൂചലനം ഉണ്ടായിട്ട് ഒരുപാട് ആൾക്കാർ മരിച്ചതിന് ശേഷം അവരുടെ വീടിന്റെ നിർമ്മാണ രീതി ആ രീതിയിലേക്ക് മാറി. പലകൾ വെച്ചിട്ടുള്ള വീടാണ്. ഭൂചലനത്തിൽ വീട് തകർന്നാൽ പോലും ഒരാൾക്കും പരിക്കേൽക്കാത്ത രീതിയിലേക്ക് അവർ മാറിക്കഴിഞ്ഞു. അതുപോലെ നമ്മുടെ നിർമ്മാണ രീതികളും, നമ്മുടെ പുറത്തുനിന്ന് യൂറോപ്പിലൊരു വീട് കണ്ട് അതുപോലെ ഇവിടെ വീട്ടിൽ നിർമ്മിച്ചാൽ നമുക്കത് കൊണ്ടുപോകാൻ കഴിയില്ല. അതിന് ഒരു പരിസ്ഥിതി നയം സംസ്ഥാന സർക്കാരിന് അത്യാവശ്യമാണ്. അത് നടപ്പാക്കാന് വേണ്ട ആർജവങ്ങൾ സർക്കാർ ഉണ്ടാവണം.
ഇത് മാറി മാറി വരുന്ന സർക്കാരുകൾ എന്ത് ചെയ്യണം, ഇത് ഒരേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. അതാണ് നമ്മുടെ ഒരു പ്രതിസന്ധി. കാരണം സർക്കാർ മാറുന്ന സമയത്ത് പരിസ്ഥിതി നയങ്ങളാണെങ്കിൽ അത് മാറിപ്പോവാണ്. അമേരിക്കയിലെ പോലെയല്ല. അമേരിക്കയിലെ ഓരോ സർക്കാരുകൾ മാറുന്ന സമയത്തും അവരുടെ നയങ്ങൾ തുടർച്ചയായി കൊണ്ടുപോകുന്നത് കൊണ്ട് അവർക്ക് അവിടെ ഇത്, പക്ഷെ അതുകൊണ്ട് വികസനം ഇല്ല എന്നും പറയണ്ട. കാരണം കേരളത്തെക്കാൾ പരിസ്ഥിതി ദുർബലമായ പ്രദേശങ്ങളിൽ വികസനം ഉണ്ടാകുന്നുണ്ട്. ഇന്തോനേഷ്യയിൽ, അതേ ഇന്തോനേഷ്യയിലെ നഗരങ്ങളിലുണ്ട്, അതുപോലെ മലേഷ്യയിലെ നഗരങ്ങളിൽ, അവിടെയൊക്കെ പരിസ്ഥിതി ദുർബലമായിട്ടുള്ള പ്രദേശങ്ങളുണ്ട്. പക്ഷെ ആ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന രീതിയിൽ നമുക്ക് വികസനങ്ങൾ നടത്തുകയും ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റവന്യൂവിനേക്കാൾ ഇരട്ടി റവന്യൂ ഉണ്ടാക്കാനും കഴിയും. പക്ഷെ അതിന് നമുക്ക് വേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു പരിസ്ഥിതി